നമസ്കാരം. ഓ ഓ ഓ ശ്രീമദ് വാൽമീകി രാമായണം ധ്യാന ശ്ലോകങ്ങൾ. കുജനം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ശ്രീമദ് വാൽമീകി രാമായണം അയോധ്യാകാന്ഡം ഏകോനസപ്തതിതമഃ സർഗഃ. 69-ാം സർഗം. 59-ാം സർഗത്തിലെ 1 തുടങ്ങി 10 വരെയുള്ള ശ്ലോകങ്ങൾ ചൊല്ലാം. ഒന്നാമത്തെ ശ്ലോകം. യാമേവ രാത്രിം തേ ദൂതാ പ്രവിശന്തി സ്മതാം പുരിം ഭരേതേനാപിതാം രാത്രിം സ്വപ്നോ ദൃഷ്ടോയമപ്രിയഃ. വ്യുഷ്ടാമേവ തുതാം രാത്രിം ദൃഷ്ട്വാ തം സ്വപ്നമപ്രിയം പുത്രോ രാജാധിരാജസ്യ സുഭൃശം പര്യതപ്തത. തപ്യമാനം തമാജ്ഞായ വയസ്യ പ്രിയവാദിനഃ ആയാസം വിനയിഷ്യന്ത സഭായാം ചക്രിരേ കഥാഃ. വാദയന്തി തദാ ശാന്തിം ലാസ്യന്ത്യപി ചാപരേ നാടകാന്യപരേ സ്മാഹുർഹാസ്യാനി വിവിധാനി ച. സ തൈർമഹാത്മാ ഭരത സഖിഭിഃ പ്രിയവാദിഭിഃ ഗോഷ്ഠിഹാസ്യാനി കുർവദ്ഭിർന പ്രാകൃഷ്യത രാഘവഃ. തമബ്രവീത് പ്രിയസഖോ ഭരതം സഖിഭിർവൃതം സുഹൃദ്ഭിഃ പര്യുപാസീന കിം സഖേ നാനുമോദസേ. ഏവം ബ്രുവാണം സുഹൃദം ഭരതപ്രത്യുവാചഃ ശൃണുത്വം യന്നിമിത്തം മേ ദൈന്യമേതതുപാഗതം. സ്വപ്നേ പിതരമദ്രാക്ഷം മലിനം മുക്തമൂർധജം പതന്ത്രമദ്രിശിഖരാത് കലുഷേ ഗോമയേ ഹൃദേ. പ്ലവമാനച്ഛമേ ദൃഷ്ട സ തസ്മിൻ ഗോമയേ ഹൃദേ പിബന്നഞ്ജിലിനാ തൈലം ഹസന്നിവ മുഹുർമുഹുഃ. തതസ്തിരോദനം ഭുക്ത്വാ പുനഃ പുനരഥശിരാഃ തൈലേനാഭ്യക്ത സർവാംഗസ്തൈലവാന്വഗാഘതഃ. ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലാം. തതസ്തിലോദനം ഭുക്ത്വാ പുനഃ പുനരഥശിരാഃ തൈലേനാഭ്യക്ത സർവാംഗ സ്ഥൈലമേവാന്വഗാഘതഃ. ഏകോനസപ്തതിതമഃ സർഗ. ആ സർഗത്തിലെ, അതായത് 69-ാം സർഗത്തിലെ 1 തുടങ്ങി 10 വരെയുള്ള ശ്ലോകങ്ങളാണ് ചൊല്ലിയത്. ഇനി ഓരോ ശ്ലോകവും ചൊല്ലി അതിൻ്റെ അർത്ഥം ഏകദേശമായി ഒന്ന് പറയാൻ നോക്കാം. 69-ാം സർഗത്തിലെ 1-ാമത്തെ ശ്ലോകം. യാമേവ രാത്രിം തേ ദൂതാ പ്രവിശന്തി സ്മതാം പുരിം ഭരേതാനാപിതാം രാത്രിം സ്വപ്നോ ദൃഷ്ടോയമപ്രിയഃ.
ഒന്നാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം: ദൂതന്മാർ ആ പുരിയിലെത്തിയ രാത്രിയിൽ ഭരതൻ ഒരു ദുസ്വപ്നം കണ്ടു. അപ്പോൾ ദൂതന്മാരെ വസിഷ്ഠമുനി കേകയ രാജ്യത്തിലെ കഴിച്ചിരിക്കുകയാണല്ലോ. അവർ അവിടെ എത്തി. ആ രാത്രിയിൽ തന്നെ ഭരതൻ ഒരു ദുസ്വപ്നം കണ്ടു. ശ്ലോകം 2. യുഷ്ടാമേവ തു താം രാത്രിം ദൃഷ്ട്വാ തം സ്വപ്നമപ്രിയം പുത്രോ രാജാധിരാജസ്യ സുഭൃശം പര്യതപ്തത. രണ്ടാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം: രാത്രി അവസാനിക്കാറായ നേരത്ത്, രാത്രിയുടെ അന്ത്യയാമത്തിൽ ദുസ്വപ്നം കണ്ട രാജാധിരാജപുത്രൻ വല്ലാതെ ദുഃഖാകുലനായി. ശ്ലോകം 3. തപ്യമാനം തമാജ്ഞായ വയസ്യ പ്രിയവാദിനഃ ആയാസം വിനയിഷ്യന്ത സഭായാം ചക്രിരേ കഥാഃ. മൂന്നാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം: ദുഃഖിതനായി അദ്ദേഹത്തെ കണ്ട പ്രിയഭാഷകരായ കൂട്ടുകാർ വ്യസനം നീക്കാൻ ആഗ്രഹിക്കുന്നവരായി സഭയിൽ വെച്ച് പല കഥകളും പറഞ്ഞ് രസിപ്പിക്കാൻ ശ്രമിച്ചു. ശ്ലോകം 4. വാദയന്തി തഥാ ശാന്തിം ലാസയന്ത്യപി ചാപരേ നാടകാന്യപരേ സ്മാഹുർ ഹാസ്യാനി വിവിധാനി ച. നാലാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം: ചിലർ ആശ്വാസവചനങ്ങൾ പറഞ്ഞു, സംഗീതോപകരണങ്ങൾ വാദനം ചെയ്തു, ചിലർ ലാസ്യനൃത്തം ചെയ്തു, ചിലർ നാടകം നടിച്ചു, ചിലർ തമാശക്കഥകൾ പറഞ്ഞു. എല്ലാം ഭരതനെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി. ശ്ലോകം 5. സ തൈർമഹാത്മാ ഭരത സഖിഭിഃ പ്രിയവാദിഭിഃ ഗോഷ്ഠീഹാസ്യാനി കുർവത് ഭിർന പ്രാകർഷ്യത രാഘവഃ. ശ്ലോകം 5ൻ്റെ അർത്ഥം: മഹാത്മാവായ രാഘവൻ പ്രിയഭാഷകളുടെ ഫലിതം പറയുന്നവരുമായ ആ സ്നേഹിതന്മാർ എന്തു ചെയ്തിട്ടും ഭരതൻ സന്തോഷിച്ചില്ല. ശ്ലോകം 6. തമബ്രവീത് പ്രിയസഖോ ഭരതം സഖിപേർവൃതം സുഹൃദ്ഭിഃ പര്യുപാസീന കിം സഖേനാനുമോദസേ. ശ്ലോകം 6ൻ്റെ അർത്ഥം: സുഹൃത്തുക്കൾ ചുറ്റുമിരിക്കുന്ന ഭരതൻ്റെ അടുത്തുള്ള ഒരു കൂട്ടുകാരൻ അടുത്തിരിക്കുന്ന ഒരു കൂട്ടുകാരൻ സ്നേഹിത, എന്താണ് ഞങ്ങളോടൊപ്പം സന്തോഷിക്കാതിരിക്കുന്നത് എന്ന് ചോദിച്ചു. ശ്ലോകം 7. ഏവം ബ്രുവാണം സുഹൃദം ഭരത പ്രത്യുവാചഃ ശൃണുത്വം യന്നിമിത്തം മേ ദൈന്യമേതുപാഗതം. ശൃണ്വത്വം യന്നിമിത്തം മേ ദൈന്യമേതതുപാഗതം. ശ്ലോകം 7ൻ്റെ അർത്ഥം: ഇങ്ങനെ ചോദിച്ച സുഹൃത്തിനോട് ഭരതൻ മറുപടി പറഞ്ഞു, എനിക്ക് ഈ വിഷാദം ഉണ്ടായതെന്തുകൊണ്ടെന്ന് കേട്ടാലും. ശ്ലോകം 8, 9. സ്വപ്നേ പിതരമദ്രാക്ഷം മലിനം മുക്തമൂർധജം പതന്തമദ്രിശിഖരാത് കലുഷേ ഗോമയേ ഹൃദേ പ്ലവമാനച്ഛ മേ ദൃഷ്ട സ തസ്മിൻ ഗോമയേ ഹൃദേ പിബന്നഞ്ജലിനാ തൈലം ഹസന്നിവ മുഹുർമുഹു. ശ്ലോകം 8, 9ൻ്റെ അർത്ഥം: ഞാൻ അച്ഛനെ കിനാവിൽ കണ്ടു, മലിനനായി മുടി ചിതറിയവനായി മലമുകളിൽ നിന്ന് ഒരു ചാണകക്കുണ്ടിലേക്ക് വീഴുന്നവനായിട്ട്. ആ ചാണകക്കുണ്ടിൽ പൊങ്ങിക്കിടന്ന അദ്ദേഹം കൈക്കുടന്നയിൽ നിന്ന് എണ്ണ കുടിക്കുന്നവനായും വീണ്ടും വീണ്ടും ചിരിക്കുന്നവനായും കാണപ്പെട്ടു. ശ്ലോകം 10. തതസ്തിലോദനം ഭുക്ത്വാ പുനഃപുനരധശിരാഃ തൈലേനാഭ്യക്ത സർവാംഗസ്തൈലമേമാന്വഗാഹതഃ. ശ്ലോകം 10ൻ്റെ അർത്ഥം: മേലൊക്കെ എണ്ണ തേച്ചവനായും തല കുനിച്ചു വീണ്ടും വീണ്ടും എണ്ണയിൽ മുങ്ങുന്നവനായും കാണപ്പെട്ടു. ഭരതൻ്റെ സ്വപ്നമാണ്
ഇപ്പോൾ നമ്മൾ ചിന്തിച്ചത്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.